ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ ഫ്രഞ്ച് വിത്ത് പാറു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ ലെസൺ ഒന്നുമല്ല എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആർട്ടിക്കിൾസ് ആയിരുന്നു. അതിൽ ദ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ആണ്. ഇൻഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ എ ആൻ എന്നാണ്. ഇനി ഫ്രഞ്ചിൽ വരുമ്പോൾ ഇവർക്ക് 3 കാറ്റഗറൈസേഷൻ ഉണ്ട്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്, പാർട്ടിറ്റീവ് ആർട്ടിക്കിളും ഉണ്ട്. പാർട്ടിറ്റീവ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന്റെ കൂടെ അവർ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ. അതായത് ഡെഫിനിറ്റ്ലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ദ എന്ന് വരും. ഇൻഡെഫിനിറ്റിൽ വരുന്നതാണ് എ ആൻ, എ അല്ലെങ്കിൽ ആൻ. ഇനി പാർട്ടിറ്റീവിൽ വരുന്നതാണ് സം എന്നുള്ള ആർട്ടിക്കിൾ. നമുക്ക് ഇംഗ്ലീഷിൽ സം എന്ന് നമ്മൾ അതിൻ്റെ ഒരു ആർട്ടിക്കിൾ പെർസെ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. പക്ഷെ ഫ്രഞ്ചുകാർ അതിനെ സമ്മിനെ ആർട്ടിക്കിൾസിന്റെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്താറുള്ളത്. അത് ഓർത്ത് വയ്ക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. അപ്പൊ എ ആൻ എന്നുള്ള ആർട്ടിക്കിൾസിന് അവർ ഏത് വേർഡാണ് യൂസ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അതിന്റെ ലാസ്റ്റ് എൻ ഒരു നേസല് വളരെ സട്ടിലായിട്ട്, അതും അതിന്റെ കൂടെ ഒരു വേർഡ് വരുമ്പോൾ മാത്രമേ ആ നേസൽ വരുള്ളൂ. ഇത് ഒറ്റയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയാണ് വായിക്കുക. ഇതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. എ ഓർ ആൻ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഇനി ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ ഫ്രഞ്ചിൽ ഇവർക്ക് എല്ലാത്തിനും ജെൻഡർ ഉണ്ട്. ഫെമിനിൻ, മസ്കുലിൻ, ജെൻഡർ ഉണ്ട്. ഏത് ജെൻഡറിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്? മസ്കുലിൻ ജെൻഡറിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക. അത് ഓർത്ത് വയ്ക്കുക. അതായത് മസ്കുലിൻ ജെൻഡർ, മസ്കുലിൻ ജെൻഡറിന്റെ കൂടെ യൂസ് ചെയ്യുന്ന എ അല്ലെങ്കിൽ ആൻ എന്ന് മീൻ ചെയ്യാനുള്ള ഫ്രഞ്ചിലത്തെ വേർഡാണ് ഓക്കെ, ക്ലിയർ? യൂസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വേർഡ് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഈ ഗാർസോങ് എന്ന് എഴുതുമ്പോൾ സീന്റെ താഴെ ഒരു കോമ ലൈക്ക് തിങ് വരുന്ന അല്ലേ? അപ്പൊ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ സേഡില്ല എന്ന് പറയും, ഫ്രഞ്ചിൽ സേഡേ എന്ന് പറയും. അതെന്താന്ന് നോക്കാം. നോർമലി ഈ സി എന്ന ലെറ്റർ ഉച്ചരിക്കുന്നത് കെ പോലെ തന്നെയാണ്. അതായത് കോള, കെന്റെ അതേ പ്രൊനൗൺസിയേഷൻ ആണ് ഈ സിക്ക് നോർമലി വരിക. പക്ഷേ എ ഒ യു ഈ 3 ലെറ്റേഴ്സിന്റെ മുന്നേ ആണ് ഈ സി എന്നുള്ള ലെറ്റർ വരുന്നതെങ്കിൽ, അതായത് ഈ 3 ലെറ്റേഴ്സിന്റെ മുന്നേ ആണ് ഈ സി എന്നുള്ള ലെറ്റർ വരുന്നതെങ്കിൽ നമുക്ക് എസ് എന്ന് ഉച്ചരിക്കണമെങ്കിൽ, അതായത് ഗാഹ്സോങ്, ഗാക്കോങ് അല്ല ഗാഹ്സോങ് എന്ന് ഉച്ചരിക്കണമെങ്കിൽ താഴെ ഇങ്ങനെ ഒരു കോമ ലൈക്ക് തിങ് ഇടണം. സെഡേ അല്ലെങ്കിൽ സെഡില്ല ഇടണം. മനസ്സിലായല്ലോ? അതായത് ഈ 3 ലെറ്ററിന് മാത്രം അപ്ലിക്കബിൾ ആണിത്. ഈ 3 ലെറ്ററിന്റെ മുന്നേ ആണ് സി വരുന്നതെങ്കിൽ നമുക്ക് എസ് എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ ഈ കോമ ലൈക്ക് തിങ് ഇടണം. ഇതിന് 2-3 എക്സാമ്പിളും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫ്രഞ്ച് എന്ന് പറയാനായിട്ട് ഫ്രാൻസേ, ഫ്രാൻസേ എന്ന് എങ്ങനെ എഴുതുക? ഇതാ, ഇതിനും നമ്മൾ ഇങ്ങനെ ഒരു ചുനിപ്പ് ഇട്ട് കൊടുക്കണം. ഇത് എസ് അല്ല കേട്ടോ, ഇതൊരു ഇങ്ങനെ ഒരു കോമ ലൈക്ക് തിങ് ആണ്. സി എന്ന് എഴുതിയിട്ട് ഒരു ചെറിയൊരു കോമ. ഇതെങ്ങനെയാണ് ഉച്ചരിക്കുക? ലെസോൺ, ലെസോൺ. ലെക്കോൺ എന്ന് വായിക്കുന്നത് ലെസോൺ. എന്തുകൊണ്ടാണ് ലെസോൺ എന്ന് വന്നത്? ഈ സീന്റെ മുന്നിൽ ഒ എന്നുള്ള ലെറ്റർ ആണ് വന്നത്. അതുകൊണ്ട് എസ് എന്നുള്ള പ്രൊനൗൺസിയേഷൻ വരാൻ നമ്മൾ താഴെ ഒരു കോമ ലൈക്ക് തിങ് ഇടണം. അത് ഓർത്ത് വയ്ക്കുക. ഈ 3 എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇതാണ് സെഡില്ല അല്ലെങ്കിൽ സെയ്ഡേ എന്ന് പറയുന്നുള്ള സാധനം. മസ്കുലിനിൽ തന്നെ കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ലീവ്. എന്താണ് ലീവ് എന്ന് പറഞ്ഞ അർത്ഥം? ബുക്ക് എന്നാണ് അർത്ഥം. ഓക്കെ, ലീവ്. അപ്പൊ ബുക്ക് എന്നുള്ള വാക്ക് അവർക്ക് മസ്കുലിൻ ജെൻഡർ ആയതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. എ ബുക്ക് എന്നാണ് ഇതിന്റെ അർത്ഥം. എ ബുക്ക്. ഇത് എ ബോയ്, ഇത് എ ബുക്ക്. ക്ലിയർ ആയോ? ഇനി എ ആൻ എന്ന് ഫെമിനിൻ ജെൻഡറിൽ എങ്ങനെയാ പറയാൻ നോക്കാം.
ഇതെങ്ങനെയാണ് വായിക്കുക? ഊൻ എന്നല്ല വായിക്കുക, യൂൻ എന്നും അല്ല വായിക്കുക. അതിന്റെ ഇടയിൽ അങ്ങനെയാണ് വായിക്കുക. ഓക്കെ, ഇതിന്റെ അർത്ഥം സെയിം എ അല്ലെങ്കിൽ ആൻ എന്ന് തന്നെയാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെമിനിൻ ജെൻഡറിന്റെ കൂടെ ആണ്. എക്സാമ്പിൾ, une pomme, une pomme, une pomme, une pomme. യൂന് അല്ല, une pomme. പോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ എന്നാണ് അർത്ഥം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ആൻ ആപ്പിൾ എന്നാണ് ഇതിന്റെ അർത്ഥം. une pomme എന്ന് പറഞ്ഞാൽ ആൻ ആപ്പിൾ. une fille, une fille മീൻസ് ഫീ പറഞ്ഞാൽ ഗേൾ. അപ്പോ എ ഗേൾ. വാറ്റ്യൂർ, വാറ്റ്യൂർ, വാറ്റ്യൂർ എന്ന് പറഞ്ഞാൽ അർത്ഥം കാർ എന്നാണ്. അപ്പോൾ എ കാർ. വാറ്റ്യൂർ എന്നുള്ള വേർഡ് അവർക്ക് ഫെമിനിൻ ജെൻഡർ ആണ്, അതുകൊണ്ട് നമ്മൾ ഇന് എന്ന് യൂസ് ചെയ്യും. ഇൻ ബുത്തേയ്, ബുത്തേയ് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബോട്ടിൽ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇതും ഫെമിനിൻ ജെൻഡർ ആണ്. അപ്പൊ എ ബോട്ടിൽ എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പൊ ഏതൊക്കെയാണ് എ ആൻ എന്നുള്ള വേർഡ്? ഓക്കെ, ഇനി അടുത്തത് സം എന്ന് പറയാൻ ഏത് വേർഡാണ് അവർ യൂസ് ചെയ്യുന്നത് നോക്കാം. ഞാൻ പറഞ്ഞു അല്ലെ, സം എന്നുള്ള വേർഡ് അവർ ആർട്ടിക്കിൾസിന്റെ കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. അതിന് ഏത് വേർഡാണ് യൂസ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഡേ പറഞ്ഞാൽ സം, സം എന്നാണ് മീനിങ്. ഓക്കെ, ഇനി ഇതില് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സം ആപ്പിൾസ് എങ്ങനെ പറയാപ്പോ? ഡേ പോം. എസ് ഉച്ചരിക്കില്ല, പക്ഷെ പ്ലൂറൽ ആവുമ്പോ എസ് ആഡ് ചെയ്യണം. ഇനി സം ബുക്സ് എങ്ങനെ പറയും? ദേ ലീവ്. എസ് ആഡ് ചെയ്യണം, എസ് ഉച്ചരിക്കില്ല. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ദേ garçon. ഓക്കെ, അപ്പൊ ഇത് സം എന്നുള്ളത് അവർക്ക് ആർട്ടിക്കിൾ ആണ്, അതിന് അവർ യൂസ് ചെയ്യുന്ന വേർഡാണ് ദേ. അപ്പൊ ഇതാണ് എന്ത്? ഫ്രഞ്ചിലുള്ള ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആർട്ടിക്കിൾസിലെ ലാസ്റ്റ് കാറ്റഗറിയാണ് പാർട്ടിറ്റീവ് ആർട്ടിക്കിൾസ്. അതായത് സം ഓഫ് ദി അൺകൗണ്ടബിൾ തിങ്സ്. കൗണ്ടബിൾ തിങ്സ് ആകുമ്പോൾ സം എങ്ങനെയാ യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലെ? DES എന്നുള്ള ദേ ആണ്. അതായത് അതില് മസ്കുലിൻ ആയാലും ഫെമിനിൻ ജെൻഡർ ആയാലും കൗണ്ടബിൾ തിങ്സിന്റെ കൂടെ സം വരുമ്പോൾ, DES എന്ന പ്ലൂറൽ ഫോം ആണ് യൂസ് ചെയ്യുക. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു അൺകൗണ്ടബിൾ തിങ്സ്, അപ്പൊ നമ്മൾ സം യൂസ് ചെയ്യുന്നതിൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. അതെന്താന്ന് പറയാം, ഇത് കുറച്ചൊരു ട്രിക്കിയാണ്, എന്നാലും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം അൺകൗണ്ടബിൾ തിങ്സിന്റെ കൂടെ സം യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പാർട്ടിറ്റീവ് ആർട്ടിക്കിൾസ് എന്നാണ് അതിന് പറയാം. പ്ലൂറൽ ഫോം ആണെങ്കിൽ അത് മസ്കുലിൻ ആയാലും ഫെമിനിൻ ആയാലും കൗണ്ടബിൾ തിങ്സിന്റെ കൂടെ സം വരുമ്പോൾ നമ്മൾ DES എന്നുള്ള ഫോമാണ് യൂസ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഇതിപ്പോ സം പോം എന്നുള്ളത് ഫെമിനിൻ ജെൻഡർ ആണ്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് DES ദേ എന്നാണ്. ഗാർസോൺ ആണെങ്കിലോ ബോയ്സ് എന്നാണെങ്കിലോ അത് മസ്കുലിൻ ജെൻഡർ ആണ്, എന്നിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ദേ എന്ന് തന്നെയാണ്. അപ്പോൾ ദേ പോം എന്നാണ് നമ്മൾ യൂസ് ചെയ്തത് കൗണ്ടബിൾ തിങ്സിന്. ദേ ഗാർസോൺ എന്ന് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇത് ഫെമിനിൻ ആണ്, ഇത് മസ്കുലിൻ ആണ്, പക്ഷെ നമ്മൾ യൂസ് ചെയ്ത പ്ലൂരൽ ഫോം ഏതാ? സമ്മ. ദേ എന്ന് തന്നെയാണ് കൗണ്ടബിൾ തിങ്സ്. ഇത് രണ്ടും സെയിം വേർഡ് തന്നെയാണ് മസ്കുലിനും ഫെമിനിനും യൂസ് ചെയ്തത്. പക്ഷേ അൺകൗണ്ടബിൾ വരുമ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് സം വാട്ടർ എന്നെങ്ങനെ പറയും? അങ്ങനെയുള്ള അൺകൗണ്ടബിൾ തിങ്സിന്റെ കൂടെ എങ്ങനെയാ സം യൂസ് ചെയ്യാന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് മസ്കുലിൻ ജെൻഡർ എടുക്കാം. മസ്കുലിൻ ജെൻഡർ ആണ് നൗൺ എങ്കിൽ എന്ത് വരും നോക്കാം. ഡ്യൂ എന്നാണ് സമ്മിന് യൂസ് ചെയ്യുന്ന വേർഡ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്യൂ പങ്. ഇത് വായിക്കേണ്ടത് പങ് എന്നാണ് കേട്ടോ, പെയിൻ അല്ല, വേദന എന്നുള്ള അർത്ഥമല്ല കേട്ടോ. ഫ്രഞ്ചിൽ പങ് എന്ന് പറഞ്ഞാൽ ബ്രെഡാണ്. അപ്പൊ ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള നൗൺ
അവർക്ക് മസ്കുലിൻ ജെൻഡർ ആണ്. മസ്കുലിൻ ജെൻഡർ വന്നതുകൊണ്ടാണ് നമ്മൾ സമ്മിന് ഡ്യൂ എന്നുള്ള വേർഡ് യൂസ് ചെയ്തത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? സം ബ്രെഡ് എന്നാണ്. അപ്പൊ മസ്കുലിൻ ജെൻഡർ ആണ് നൗൺ എങ്കിൽ സം എങ്ങനെയാണ് യൂസ് ചെയ്യുക? അൺകൗണ്ടബിൾ തിങ്സിന് അൺകൗണ്ടബിൾ തിങ്സ്, അത് മസ്റ്റ് ആയിട്ട് ഓർക്കണം, അൺകൗണ്ടബിൾ തിങ്സിന് ഡ്യൂ എന്നാണ് ഉപയോഗിക്കുക. ഇതാണ് ആദ്യത്തെ ഫോം. ഇനി രണ്ടാമത്തെ ഫോം, അതായത് നൗൺ ഫെമിനിൻ ജെൻഡർ ആണെങ്കിൽ നമ്മൾ സം എങ്ങനെയാണ് പറയാൻ നോക്കാം. അത് എളുപ്പമാണ്. അതിനു മുന്നേ ഈ ഡ്യൂ എങ്ങനെയാ വന്നത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഡ്യൂ എന്നുള്ളത് നമുക്കൊന്ന് വെറുതെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഡ്യൂ എങ്ങനെ വന്നതെന്നറിയാമോ? ദ പ്ലസ് ല് ആണ് എന്തായത്? ഡ്യൂ ആയത്. അതായത് അവര് ദ ല് പങ് അങ്ങനെ പറയില്ല. ല് ആവുമ്പോ മസ്കുലിൻ ജെൻഡറില് ഡ്യൂ എന്നേ പറയുള്ളൂ. പക്ഷേ ഫെമിനിൻ ജെൻഡർ ആവുമ്പോൾ അവർ ആ സ്പ്ലിറ്റഡ് ഫോം തന്നെ യൂസ് ചെയ്യുക. മസ്കുലിനിൽ അവർ സ്പ്ലിറ്റ് ചെയ്ത് പറയില്ല, ഡ്യൂ എന്നേ പറയുള്ളൂ. പക്ഷെ ഫെമിനിൻ ആവുമ്പോൾ ദ ലാ എന്ന് തന്നെ വരും. അവരിത് ക്ലബ് ചെയ്യില്ല, സ്പ്ലിറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുക. പക്ഷെ മസ്കുലിനിൽ വരുമ്പം അവരത് ക്ലബ് ചെയ്ത് ഡ്യൂ എന്നാണ് യൂസ് ചെയ്യുക. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറയാൻ, സൂപ്പ് എന്ന് പറയണത് സം സൂപ്പ് എന്നെങ്ങനെയാ നമ്മൾ പറയാൻ നോക്കാം. സൂപ്പ് എന്നുള്ളത് ഫെമിനിൻ ജെൻഡർ ആണ് അവർക്ക്. ഓക്കെ, അപ്പൊ ദ ലാ സൂപ്പ് എന്താണ് ഇതിന്റെ അർത്ഥം? സം സൂപ്പ് എന്നാണ്. ഇവർ ഈ ദ എന്നുള്ള സാധനം നൗണിന്റെ കൂടെ എപ്പോഴും യൂസ് ചെയ്യും. കാരണം അവർക്ക് നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നൗൺസിനെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അവരധികവും ദാന്റെ കൂടെയാണ് നൗൺസ് യൂസ് ചെയ്യുക. എപ്പോഴും ലിഷ അല്ലെങ്കിൽ ലപോക്ട് എപ്പോഴും അവര്. അതുകൊണ്ട് നമ്മൾ ഇത് ഒരുമിച്ച് പഠിക്കുന്നതാണ് നല്ലത്. ഒരു വേർഡ് പഠിക്കുമ്പോൾ നമ്മൾ ദ ചേർത്ത് പഠിക്കുന്നതാണ് നല്ലത്. കാരണം അവർക്ക് എല്ലാത്തിനും ജെൻഡർ ഉള്ളതുകൊണ്ട്, ജെൻഡർ സ്പെസിഫിക് ആയതുകൊണ്ട് അതും കൂടെ നമ്മൾ ഒപ്പം അങ്ങോട്ട് പഠിച്ചു പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. അപ്പൊ ഇത് എപ്പോഴും മനസ്സിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ലാ സം എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. പക്ഷെ ഇത് ദ ആണ്, അത് പറയാതെ പറഞ്ഞു വെക്കുകയാണ്. ദ ലാ സൂപ്പ്, സം സൂപ്പ് എന്നാണ്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ഫോം, അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് നമ്മൾ മുന്നേ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഒരു വവൽ അല്ലെങ്കിൽ ഒരു എച്ചിൽ ആണ് ഒരു വേർഡ് തുടങ്ങുന്നതെങ്കിൽ, ഒരു നൗൺ തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ദ എന്ന് യൂസ് ചെയ്യാൻ എപ്പോസ്ട്രോഫി ഇട്ടിട്ട് ആണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. ലോത്തേൽ ഇങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെയാണ് ഇവിടെ. എങ്ങനെയാണ്? ദ സെയിം റൂൾ അപ്ലൈസ് ഹിയർ. ഒരു വവൽ അല്ലെങ്കിൽ ഒരു എച്ച് ആണ് വരുന്നതെങ്കിൽ അൺകൗണ്ടബിൾ തിങ്സിൽ, ഒരു എക്സാമ്പിൾ പറയാം, സം വാട്ടർ എന്ന് പറയണം. സം വാട്ടർ എന്നെങ്ങനെയാ പറയാൻ നോക്കാം. വാട്ടറിന് പറയുന്ന വേർഡാണ് ദ ലോ. ഓ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. നമ്മൾ പെർഫ്യൂമിന് പറയില്ല ഓ ദ കൊലോൺ, പെർഫ്യൂം വാട്ടർ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് ഓർത്താൽ മതി. ഓ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. ഇതെങ്ങനെയാണ് ലോ ആയത്? ലോ എങ്ങനെയായത്? ഓ എന്നുള്ളത് ഫെമിനിൻ ജെൻഡർ ആണ്. അപ്പോ ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വരിക? ലാ പ്ലസ് ഓ എന്നാണ്. ലാ പ്ലസ് ഓ ആണ് ലോ ആയത്. എങ്ങനെ ആയത് എന്നൊന്ന് പറഞ്ഞു തന്നു മാത്രം. അപ്പൊ സം വാട്ടർ എന്ന് പറയണെങ്കിൽ എന്താ വരിക? ദ ലോ എന്ന് പറയും. ഇനി സം മണി എന്ന് പറയാൻ എങ്ങനെ പറയാം? ദ ലാർഷോങ്. ദ ലാർഷോങ് എന്ന് കൂട്ടി വായിക്കണം കേട്ടോ. ആർഷോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി എന്നാണ് അർത്ഥം. ലാർഷോങ്. ഓക്കെ, എന്തുകൊണ്ട് ഇത് ലാർജോങ് ആയത്? ഇതൊരു വവൽ ലെറ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോസ്ട്രോഫി ഇട്ടിട്ട് നമ്മൾ എഴുതുന്നത്. മസ്കുലിൻ ജെൻഡർ ആവുമ്പോൾ എന്ത് വരും എന്ന് പറഞ്ഞു? ഡ്യൂ വരും എന്ന് പറഞ്ഞു. മീനിങ് സം. യൂസേജ് എന്താണ്? മസ്കുലിൻ ജെൻഡർ. ദ ലാ മീനിങ് സം ഫെമിനിൻ ജെൻഡർ.
അപ്പോസ്ട്രോഫി എങ്ങനെ വരും? സം തന്നെ, പക്ഷെ വവ്വൽ ഓർ എച്ചിൽ തുടങ്ങുമ്പോൾ. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കുക അൺകൗണ്ടബിൾ തിങ്സിന്റെ കൂടെ സം എന്ന് പറയാൻ. ഓക്കെ, ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ മാക്സിമം പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇതാ പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും പാർട്ടിറ്റീവ് ആർട്ടിക്കിൾസും ആണ് പഠിച്ചത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, കഴിഞ്ഞ ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നോക്കിയിട്ട് സാവധാനം പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ലെസനുമായിട്ട് ഞാൻ വരാം. ബൈ.